ഗായ്സ്, നമ്മളതിന് സ്ഥിരം കേട്ടിട്ടുള്ള ഒരു ക്ലീശ ഡയലോഗാണ്, നിനക്കൊന്നും ഒരു പട്ടി പോലും കാണില്ല. പക്ഷെ ഒരു ഡോഗ് ഓണറെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. നമുക്കൊരു പട്ടി ഉണ്ട്. ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ എനിക്ക് കൂട്ടിന് വന്നിരിക്കുന്ന ആളെ ഞാൻ കാണിച്ചു തരാം. അപ്പോ കുട്ടാ, എൻ്റെ ഈ ജോലി തീരണ വരെ ഈ കിടന്ന കിടപ്പിന് ഒരു അടി അവൻ അനങ്ങാൻ പോലില്ല. ഞാൻ എൻ്റെ ജോലി നിർത്തി ഈ ലൈറ്റും ഫാനും ഒക്കെ ക്ലോസ് ചെയ്ത് താഴത്തെ നിലയിലോട്ട് എപ്പോൾ ഇറങ്ങി പോകണോ അതുവരെ എനിക്ക് അവൻ കൂട്ടിരിക്കും. അതൊരു ദിവസമല്ല, 2 ദിവസമല്ല, 3 ദിവസമല്ല, അവൻ എൻ്റെ കൂടെ എത്ര നാളുണ്ടോ അത്രേ നാളും അവൻ അങ്ങനെ കൂട്ടിരിക്കും. അപ്പോൾ കുട്ടൻ ഞങ്ങളുടെ കൂടെ ഇവിടെ വരുന്നത് 2015 തീരെ കുഞ്ഞായിരുന്നു വന്ന്. ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം അവനങ്ങനെ ചങ്ങലക്കൊന്നും ഇട്ടിട്ടില്ല. മേ ബി നമ്മളുടെ ഈ നാട്ടിൽ ഈ ഒരു ഏരിയയിൽ പട്ടിയെ കെട്ടിയിടാതെ വീട്ടിൽ അഴിച്ചുവിട്ട് വളർത്തിയത് ഞങ്ങൾ മാത്രമായിരിക്കും. പട്ടി എന്നുള്ളതിലുപരി അവൻ ഈ വീട്ടിൽ ഫസ്റ്റ് വന്നപ്പം മുതൽ ഞാനും എൻ്റെ സിസ്റ്ററും കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനിവിടെ എൻ്റെ പേരൻസിനൊരു 3ാമത്തെ മകനാണ്. അപ്പം അതുകൊണ്ട് അവനങ്ങനെ കെട്ടിയിടാൻ നമുക്ക് തോന്നിയിട്ടില്ല. ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ആദ്യം ഓടി വന്ന് ഗേറ്റിൽ നിന്ന് വാലാട്ടി ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നത് അവനായിരിക്കും. വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുമ്പോൾ അവൻ ഓടി വന്ന് വെൽക്കം ചെയ്യാനില്ലാത്ത ഒരു ദിവസം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റണില്ല. ഇപ്പോൾ ആൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 12 വയസ്സായിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇവന് വേണ്ടിയിട്ട് 100 150 വയസ്സ് നമുക്ക് മേടിച്ചു കൊടുക്കാമായിരുന്നു. പക്ഷെ ഇതിപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു കാര്യമല്ലല്ലോ. അവൻ്റെ കുറച്ച് ലാസ്റ്റ് ഇയേഴ്സ് ആയിരിക്കും മേ ബി അവൻ നമ്മുടെ ഇപ്പോൾ ഈ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ പട്ടിയെ വളർത്തുന്നൊരു ശീലമില്ലായിരുന്നു. പക്ഷെ അവൻ വന്നതോട് കൂടിയിട്ടാണ് എൻ്റെ ഈ അൺകണ്ടീഷണൽ ലവ് എന്നുള്ളൊരു പാഠം ഡയറക്റ്റായിട്ട് അവൻ നമ്മളെ പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലൊരു ഡോഗ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത്രയും ലക്കിയസ്റ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയതുകൊണ്ടാണ് ഇത്രയും ഇന്നസെൻ്റ് ആയിട്ടുള്ള ജീവികളുടെ സ്നേഹം നിങ്ങൾക്ക് കിട്ടുന്നത്. If you are lucky, a dog will come into your life, steal your heart and change everything.